Hi friends, it's me Adithya. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ബോട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി വലിയ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ കൂടുതലും ഷോർട്സ് ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഒരു വലിയ വീഡിയോ എന്തായാലും ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിലാണ്. അപ്പം അതേപോലെ നമ്മുടെ ചാനൽ 1K അടിച്ചു. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ബിഗ് താങ്ക്സ്. അപ്പം നമ്മളെ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർബോൾട്ടിൻ്റെ ഡാഗർ എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ ആണ്. നമ്മൾ ഓൾറെഡി 2 ദിവസം മുമ്പ് സാധനം കിട്ടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചൊക്കെ നോക്കി. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വാച്ചാണ്. അപ്പോൾ നമുക്ക് വാച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് വാച്ചിൻ്റെ ഒരു യൂസർ മാനുവലും ബുക്ക് മൈ ഷോയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറും അതേപോലെ സ്ട്രാഫിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂളും പിന്നെ ഒരു മാഗ്നറ്റിക് ഒരു കേബിളുമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കത്തെ ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് വാച്ചൊക്കെ ഒന്ന് ഓണാക്കി നോക്കാം. ഇത് കിട്ടുന്നില്ലല്ലോ, ഒരു സെക്കൻഡ്. വെറുതെ വെക്കണ്ടായിരുന്നു. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് വാച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഓൺ ആക്കുമ്പോൾ ഇവിടെ ഫയർബോൾട്ടിൻ്റെ ഒരു ലോഗോ കാണാം. നമ്മുടെ വാച്ച് 1.43 ഇഞ്ചിൻ്റെ ഒരു ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. നമ്മുടെ വാച്ചിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് വരുന്നത് 4500 ആണ് ആമസോണിൽ. അതുപോലെ നമ്മുടെ വാച്ച് ഫുള്ള് ഒരു മെറ്റൽ ബോഡി കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്ട്രാഫ് വരുന്നത് ഒരു സിങ്ക് മെറ്റൽ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് വാച്ച് ഫേസസ് വരുന്ന ഒരു 4 എണ്ണമാണ് ഡീഫോൾട്ടായിട്ട് വരുന്നത്. ഫസ്റ്റ് കാണുന്നതാണ് ഈ ഒരെണ്ണം, പിന്നെ സെക്കൻഡ് ഇത്, 3 ഇത്, 4 ഇത്, അങ്ങനെ എത്രയാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മെനു ഈ ടോപ്പ് സൈഡിലെ ബട്ടൺ ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോഴും നമുക്ക് മെനു ആക്സസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ബട്ടൺ ജസ്റ്റ് ബാക്ക് ബട്ടണായിട്ട് ഉപയോഗിക്കാം. അതേപോലെ ഒരു ഓഫ് ആൻഡ് ഓൺ ബട്ടണായിട്ടാണ് യൂസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം നമുക്ക് മെനുവിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമുക്ക് മെനുവിൽ വരുന്നത് ഫസ്റ്റ് ടെലിഫോണ്, പിന്നെ കോണ്ടാക്ട്സ്, കോൾ റെക്കോർഡ്സ്, വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് അഥവാ സിറി ആക്സസ് ചെയ്യാൻ പറ്റും വാച്ചിൽ നിന്ന്. പിന്നെ ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റെപ്പ് കൗണ്ടിങ്ങും പിന്നെ എത്ര കാലോറി ബേൺ ആ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ്, പിന്നെ വർക്കൗട്ട് റെക്കോർഡ്സ്, ഹാർട്ട് റേറ്റ്, സ്ലീപ്പ്, ബ്ലഡ് ഓക്സിജൻ, മെസ്സേജ്, വെതർ, പിന്നെ ഫീമെയിൽ ഹെൽത്ത് ട്രാക്കിംഗ്, പിന്നെ മ്യൂസിക് നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ബ്രീത്ത് ട്രെയിനിങ്, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, അലാറം, സെറ്റ് ടൈം, ഫൈൻഡ് മൈ ഫോൺ, കാൽക്കുലേറ്റർ, സെറ്റിങ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അടുത്തതായി നമുക്ക് വാച്ചിൻ്റെ മെയിൻ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് സെറ്റിങ്സിൽ വരുമ്പം നമുക്ക് ഫസ്റ്റ് വരുന്നത് മെനു സ്റ്റൈൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു 3 സ്റ്റൈൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റിൽ കണ്ടതാണ് സ്റ്റൈൽ 1. സ്റ്റൈൽ 2 എന്ന് പറയുമ്പം അതാണ്ട് ഈ ഒരു ടൈപ്പ്, ഒരു സർക്കുലർ ടൈപ്പിൽ വരും. അടുത്തത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്റ്റൈൽ 3 എന്ന് പറയുമ്പോൾ അതാണ്ട് ഈ ഒരു മോഡൽ വരും. അത് ഡിസ്പ്ലേ ആണ്. വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാം. പിന്നെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം, സ്ക്രീൻ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം, ടേസ്റ്റ് വേക്ക്, പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് കുറേ ഓപ്ഷൻ, ആനലോഗ്, ഡിജിറ്റൽ, അതേപോലെ ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സെറ്റിങ്സിൽ വരുന്ന ബാറ്ററിയാണ്. ഒരു കറണ്ട് ബാറ്ററി സ്റ്റാറ്റസും കൊടുത്തിട്ടുണ്ട്. പവർ സേവിങ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് നമ്മുടെ വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി കൂട്ടാൻ, ലാംഗ്വേജ്, നമ്മൾ ഇത് പെയർ ചെയ്തിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. QR കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈൻ മാനുവലായിട്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. 12 hour 24 hour ഏത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പിന്നെ സിസ്റ്റത്തിൽ വരുമ്പം നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനും അതേപോലെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അതുപോലെ വാച്ചിൻ്റെ ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ നമുക്കൊരു 400 mAh ഒരു ബാറ്ററിയാണ് കിട്ടുന്നത്. നമുക്കൊരു 3 days ഒക്കെ ഓൾമോസ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇത്രയും കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. സോ അതിൽ നമ്മൾ കൂടുതൽ ജഡ്ജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. നമ്മുടെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും തന്നെ നല്ല ഇതാണ്. നമുക്ക് ഔട്ട്ഡോറിലായാലും ഇൻഡോറിലായാലും നല്ല
അത്യാവശ്യം ഓക്കെ ആയിട്ട് നമുക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വാച്ചിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് ഫിറ്റ് ക്ലൗഡ് പ്രോ എന്നാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ പാക്കിൻ്റെ ബാക്കിൽ ഉള്ള QR സ്കാൻ ചെയ്താൽ നമ്മൾ ആപ്ലിക്കേഷനിലോട്ട് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വാൾപേപ്പർ കസ്റ്റമൈസ്, അതേപോലെ തന്നെ നമുക്ക് നമുക്ക് എക്സസൈസ് ഒക്കെ അഡീഷണൽ ആഡ് ചെയ്യാം, വർക്കൗട്ട്സ് ഒക്കെ അഡീഷണൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഈ വാച്ചിൽ ഞാൻ 2 ദിവസം കൊണ്ട് നോക്കിയതിൽ വെച്ച് സ്റ്റെപ്പ് കൗണ്ടിങ്ങും പിന്നെ അതേപോലെ ഹാർട്ട് റേറ്റും ഒക്കെ ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആണ്. നമ്മൾ പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ട് ഏകദേശം നോക്കിയായിരുന്നു. ഏകദേശം സെയിം വാല്യൂസ് തന്നെയാണ് നമുക്ക് ഈ വാച്ചിൽ കിട്ടിയത്. അപ്പോൾ തന്നെ പിന്നെ അതേപോലെ നോൺ ലിവിങ് തിങ്സ് ലൈക്ക് പേപ്പറിലും അതിലൊന്നും നമുക്ക് റീഡിങ്സ് ഒന്നും കാണിക്കുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാം നല്ല ആക്യുറേറ്റഡ് ആണ് വാല്യൂസ് ഒക്കെ വരുന്നത്. പിന്നെ എനിക്കൊരു പ്രശ്നം ഡിസ്കംഫർട്ടായിട്ട് തോന്നി, കുറച്ച് ബൾക്കി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വെയർ ചെയ്യാൻ നമുക്ക് വാക്കിങ്ങിനും ഒക്കെ ഒരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട്. കുറച്ച് ബൾക്കി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൈ മടക്കാനും ഒക്കെ ഒരു ചെറിയൊരു പ്രശ്നം പോലെ എനിക്ക് തോന്നി. അല്ലാതെ ബാക്കി ബിൽഡ് ക്വാളിറ്റിയും എല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി ആയാലും എല്ലാം കൊണ്ടും ഡിസ്പ്ലേ ആണ് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റുന്നത്. നല്ല ലാർജ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല ലുക്ക് ആൻഡ് ഫീൽ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ വാച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു റേഞ്ചിൽ വരുന്ന ഒരു അടിപൊളി വാച്ച് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ആകെ പോയി പ്രശ്നമായിട്ട് തോന്നിയ കുറച്ച് ബൾക്കി ഫീലിംഗ് ഉള്ളതും, കാരണം നമുക്കിപ്പം ഈ സ്ലീപ്പ് മോണിറ്ററൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇട്ടുകൊണ്ട് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും. അല്ലാതെ ഒന്നും വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. നമ്മളത് പറയുന്നത് തന്നെ ഈ ഒരു റേഞ്ച് വരുന്നതിനോട് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു ഇതായിരിക്കും. അപ്പം നമ്മൾ കൂടുതലും അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റിയത്. അപ്പം ഈ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വരെ ഇറ്റ്സ് മീ ആദിത്യ സൈനിങ് ഓഫ്.